കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ അവസാന ഘട്ടത്തിൽ ഇറക്കിയാണ് യു.ഡി.എഫിന്റെ പ്രചരണം. അതേസമയം എം.എൽ.എമാരെയും മന്ത്രിമാരെയും ഇറക്കി എൽ.ഡി.എഫും ആവേശ പ്രചരണത്തിലാണ്. ശരത് എസ് കെ.സി. വേണുഗോപാലിനോടൊപ്പം ഉണ്ട്. ശരത്, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കെ.സി. സ്വന്തം തട്ടകത്തിൽ നിൽക്കുന്നത്. കെ.സി. വന്നതോടുകൂടി കളമൊന്ന് ഉണർന്നോ? അരുൺകുമാർ, ആലപ്പുഴയിലും തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തോടുകൂടി തന്നെ തുടരുകയാണ്. പണികളൊക്കെ തന്നെ വലിയ ആവേശത്തിലും തയ്യാറെടുപ്പിലുമൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ കെ.സി. വേണുഗോപാൽ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി കൊണ്ടാണ് യു.ഡി.എഫിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. നമുക്കൊപ്പം കെ.സി. വേണുഗോപാൽ കൂടി ചേരുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എവിടെ വരെ എത്തി? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസമല്ലേ? നല്ലൊരു മാറ്റമാണ് ജനങ്ങളിൽ കാണുന്നത്. വിജയിക്കും. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം യു.ഡി.എഫ് ആണ് ആലപ്പുഴ എൽ.ഡി.എഫ് ആണ് ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത്. ഒപ്പം പലയിടങ്ങളിലും ബി.ജെ.പിക്ക് വളർച്ചയുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും യു.ഡി.എഫിന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇപ്രാവശ്യത്തെ ആളുകളുടെയും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നല്ല മാറ്റം കാണുന്നുണ്ട്. യു.ഡി.എഫിനെ വിജയിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ. അതുകൊണ്ട് സാധ്യതയോട് തന്നെ നിൽക്കുന്നത് ജയസാധ്യത പൂർണ്ണമായിട്ടുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ തന്നെയുണ്ടോ? അല്ല, നിയമസഭയേക്കാൾ ചിലപ്പോൾ ആവേശം ഉണ്ടാകുന്നതാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ. എന്നുവെച്ചാൽ അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷനല്ലേ. താഴെത്തട്ടിൽ വളരെ ആവേശമുണ്ട് എല്ലായിടത്തും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ തന്നെ മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. ദുർബൽ ശല്യം വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നതോടെ അനുകൂലമായ സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ആലപ്പുഴയിൽ ചർച്ചയാകുന്നത്? കേരളത്തിലെ അല്ല, അത് സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലെ പ്രാദേശിക വിഷയങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം, ആലപ്പുഴയിലൊക്കെ മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സർക്കാരിന്റെ ഒത്താശയുണ്ട്, അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വികസന കാര്യങ്ങളിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും വാങ്ങിച്ച ഒരുപാട് സ്കീമുകളുണ്ട്. അതൊന്നും ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി തന്നെ പലരും വീട് തുടങ്ങി പകുതിയാക്കി വെച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ വീട് നമ്മൾ ആലപ്പുഴയിൽ അനുവദിപ്പിച്ചതാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും അതിന്റെ തുടർച്ച കാണുന്നില്ല. ആ കുടിവെള്ള പ്രശ്നം ഇപ്പോഴും ഒരു പ്രശ്നമാണ്. തിരുവനായ പ്രശ്നമാണ്. ഇതിനൊന്നും ഫലപ്രദമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയം, അങ്ങനെ നിരവധി വിഷയങ്ങൾ കൂടിയുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ചർച്ചയാകും. ജനങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് അത് നിൽക്കുകയാണ്. അതൊക്കെ ജനങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന നിലയിൽ അതൊക്കെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തൽ. യു.ഡി.എഫിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. നിങ്ങൾക്കിതേ പറയാനുള്ളൂ. അതാണ് വിഷയം. ആ വിഷയം കോൺഗ്രസിന് ബാധകമല്ലാതെ ഇപ്പൊ വിഷയം അതല്ല. ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാടാണ് ജനങ്ങളുടെ മനസ്സിൽ ചർച്ചയുള്ളത്. കോൺഗ്രസ് എടുത്ത ധീരമായ നിലപാട് എന്തുകൊണ്ട് CPM എടുക്കുന്നില്ല? മുൻപ് എടുത്തിട്ടില്ല. ഇത്തരം സമാനമായ കേസുകളിൽ അവരെടുത്തിട്ടില്ല. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്തും സ്വർണ്ണക്കൊള്ളയിലും അവരെടുത്തിട്ടില്ല. അതാണ് ചർച്ച ചെയ്യുന്നത്. താരതമ്യം ചെയ്യാണ് രണ്ട് പാർട്ടികളെയും. ആലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ LDF-ഉം UDF മത്സരമാണെന്ന് പറയുമ്പോഴും BJP ആലപ്പുഴയിൽ ഒരു ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഘടകമാണ്. പ്രത്യേകിച്ച് കായംകുളം, മാവേലിക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വേരോട്ടം. അല്ല, അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് നിലനിർത്താൻ അവർക്ക് പാടുപെടുന്നതാണ് എന്റെ വിശ്വാസം. അത്ര വലിയൊരു മുന്നേറ്റം ഞാൻ കാണുന്നില്ല. BJP-നെ ഒരു എതിരാളിയായിട്ട് കാണുന്നില്ല. അല്ല, BJP-യുടെ മുന്നേറ്റം ചിലയിടത്തൊക്കെ ഉണ്ടാവുന്ന പറയാനുള്ളത്. BJP UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ് പോരാട്ടം, സംശയമില്ല. അരുൺകുമാർ, കെ.സി. വേണുഗോപാലാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ആലപ്പുഴയിലെ പോരാട്ടം അത് UDF-ഉം LDF-ഉം തമ്മിലാണ്. BJP ചില സ്ഥലങ്ങളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായി ബാധിക്കില്ല. LDF-നും UDF-ഉം തമ്മിൽ തന്നെയാണ് ആലപ്പുഴയിലെ മത്സരം. ഒപ്പം നിരവധി വിഷയങ്ങൾ, തെരുവുനായ വിഷയമടക്കം ആലപ്പുഴയുടെ പ്രാദേശിക വിഷയങ്ങളും ഒപ്പം സർക്കാർ വിഷയങ്ങളും അടക്കം ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, താങ്ക് യു ശരത്. ശരത്താണ് കെ.സി. വേണുഗോപാലിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ പറയുന്നതനുസരിച്ച് LDF-ഉം UDF-ഉം തമ്മിലാണ് ഏറ്റുമുട്ടൽ. അവിടെ BJP അർത്ഥത്തിൽ നിർണായക ഘടകമേ അല്ല എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകും. അതേസമയം ആലപ്പുഴയിലെ പ്രാദേശിക വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊന്നും തെരഞ്ഞെടുപ്പിൽ വലിയ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് കെ.സി. പറയുന്നത്.